ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ രാജ്യത്തിനു വേണ്ടി വിവിധ മേഖലകളിൽ നൽകിയ സേവനങ്ങളുടെ അംഗീകാരമാണ്. രാഷ്ട്രീയം, കല, സംസ്കാരം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകൾ സാധാരണയായി ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും കാണപ്പെടുന്ന പുരസ്കാരം. അതിനാൽ തന്നെ ഒരു മലയാളിക്ക് പത്മ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് കേരളത്തിലുള്ള അഭിമാന നിമിഷം കൂടിയാണ്. എന്നാൽ ഇത്തവണ ആ സന്തോഷം വിവാദത്തിലേക്കും കൂടി വഴിമാറുകയാണ്. ഈ ഒരു പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില വാക്കുകളാണ് ഇന്ന് വലിയ ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇന്നത്തെ പത്മ പുരസ്കാരങ്ങൾക്ക് പഴയ അന്തസ്സില്ല, പണം കൊടുത്താൽ കിട്ടുന്ന അവാർഡുകളാണ്, ഏത് പട്ടിക വേണമെങ്കിലും കിട്ടും എന്ന് അത്യന്തം അവഹേളനപരമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. തനിക്ക് ഇത്തരം അവാർഡുകൾ വേണ്ട, ഇനി നൽകിയാൽ പോലും അത് സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം അടിവാരിയിട്ട് പറയുന്നു. അദ്ദേഹം അവാർഡിനെ അല്ല, അവാർഡിൻ്റെ മൂല്യത്തെ തന്നെയാണ് തകർത്ത് കളഞ്ഞത്. എന്നാൽ പത്മഭൂഷൺ പ്രഖ്യാപനം വന്നപ്പോൾ തൻ്റെ വാക്കുകൾ തന്നെ തിരിഞ്ഞു കൊത്തിയ നിമിഷമായിരുന്നു അത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതേ പത്മ പുരസ്കാര പട്ടികയിൽ വെള്ളാപ്പള്ളി നടേശന് തന്നെ പത്മഭൂഷൺ ലഭിച്ചു. ഇതോടെ അദ്ദേഹം പെട്ടത് ഒരു വലിയ രാഷ്ട്രീയ നൈതിക കുരുക്കിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നെങ്കിൽ പുരസ്കാരം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാം. രണ്ടിലേത് തീരുമാനമെടുത്താലും അദ്ദേഹത്തിന് ഒരു കുരുക്ക് തന്നെയാണ്. പുരസ്കാരം സ്വീകരിച്ചാൽ പണം കൊടുത്താൽ കിട്ടുന്ന അവാർഡ് എന്ന സ്വന്തം വാദം തകർക്കപ്പെടും. തൻ്റെ തന്നെ വാക്കുകൾക്ക് വിരുദ്ധമായി നിൽക്കേണ്ടി വരും. സ്വയം പരിഹാസ കഥാപാത്രമായി മാറും. ഇനി അവാർഡ് നിരസിച്ചാലോ? രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതിയെ അവഹേളിച്ചവനാവും. കേന്ദ്ര സർക്കാർ, ഭരണഘടനാ സംവിധാനങ്ങൾ എന്നിവയെ അപമാനിച്ചതായി വ്യാഖ്യാനം വരും. ഈ ഒരു വിവാദം കൂടുതൽ ഗുരുതരമാകുന്നത് വെള്ളാപ്പള്ളിയോടൊപ്പം പുരസ്കാരം ലഭിച്ചവരെ നോക്കുമ്പോഴാണ്. VS അച്യുതാനന്ദൻ, കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പ്രതീകം, മരണാനന്തരമായി പത്മവിഭൂഷൺ ലഭിച്ചു. മമ്മൂട്ടി, ഇന്ത്യൻ സിനിമയുടെ അഭിമാനം, സാംസ്കാരിക കേരളത്തിൻ്റെ ആഗോളമുഖം, പത്മഭൂഷൺ ലഭിച്ച് രാജ്യം ആദരിച്ചു. ഈ ഒരു അംഗീകാരത്തിനെയാണ് പട്ടികൾക്ക് പോലും വേണ്ട അവാർഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഹസിച്ചത്. ഇത് വ്യക്തികളെ അപമാനിക്കുന്നു എന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക അഭിമാനത്തെ തന്നെ തകർക്കുന്നു, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു. ഈ ഒരു കാര്യം ജനങ്ങൾ മറന്നാലും സോഷ്യൽ മീഡിയ മറക്കില്ല. പഴയ വീഡിയോ ക്ലിപ്പുകൾ വീണ്ടും പ്രചരിക്കും, ട്രോളുകളും പരിഹാസങ്ങളും നിറയും. പൊതുജനങ്ങൾ ചോദിക്കും, ഇതാണോ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ ഭാഷ? SNDP യോഗം പോലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഇത്തരം തെരുവ് ഭാഷ പ്രതീക്ഷിച്ചില്ല എന്ന് അമർഷമാണ് അണികളിൽ പോലും കാണുന്നത്. വാക്കുകൾ മൂർച്ചയുള്ള ആയുധങ്ങളാണ്. അത് പ്രയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പ്രയോഗിച്ച ആൾക്ക് തന്നെ മുറിവേൽക്കും എന്നതിൻ്റെ പാഠമാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്. സാധാരണ നിലയിൽ ഏതൊരു മലയാളിക്കും അഭിമാനിക്കേണ്ട നിമിഷമായിരുന്നു ഇത്. എന്നാൽ സ്വന്തം വാക്കുകളാൽ തന്നെ സ്വയം അപമാനിതനായി നിൽക്കുന്ന ഒരു നേതാവിനെയാണ് ഇന്ന് കേരളം കാണുന്നത്. അദ്ദേഹം ഈ പുരസ്കാരം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും തൻ്റെ വിശ്വാസ്യതയ്ക്കും നൈതികതയ്ക്കും സംഭവിച്ച വലിയ വിള്ളൽ പരിഹരിക്കാൻ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും കഴിയില്ല. സ്വന്തം നിലപാടുകളിലെ ഈ ഒരു ഉറപ്പില്ലായ്മയും വാക്കുകളിലെ അശ്ലീലതയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായി ചരിത്രം രേഖപ്പെടുത്തും. അതിലുപരി താൻ അധിക്ഷേപിച്ച അതേ പുരസ്കാരം സ്വീകരിക്കുന്നതിലൂടെ അദ്ദേഹം തന്നെ തൻ്റെ ആത്മനിന്ദ പരസ്യമാക്കുകയാണ് ചെയ്യുന്നത്.